ഹായ് ഫ്രണ്ട്സ്. ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളൊരു അടിപൊളി ഫുഡ് സ്പോട്ട് തപ്പി ഇറങ്ങിയതാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ല സ്വർഗം പോലത്തെ ഒരു ചായക്കട. അത്രയും ഭംഗിയാണ് ഈ റെസ്റ്റോറൻറ്റ് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മൾ അവിടെ എത്തി കേട്ടോ. നമ്മളിവിടെ നമ്മുടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. നമ്മളിന് നേരെ അകത്തേക്ക് പോവാണ്. അപ്പം ആദ്യം ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം കേട്ടോ. ഇതൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ടും ഹൈ ടീ ആണ് ഇവിടുത്തെ. ഡിന്നർ ലഞ്ച് കൊണ്ട് ഹൈ ടീ ആണ് ഇതിന് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള സ്ഥലമാണല്ലേ. ഹൈ ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക, ഏർലി ഈവനിങ് നമ്മൾ ചായ സ്നാക്സും ഒക്കെ കഴിയുന്നതിൻ്റെ കുറച്ചുകൂടെ കൂടിയൊരു വേർഷൻ. അത് മാത്രമല്ല, നമുക്ക് ആ കൂടെ ബാക്കി എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിന്നറോ ലഞ്ചോ ഒക്കെ ആണെങ്കിൽ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എന്തായാലും നിങ്ങളെ ഞാനിവിടെ ഒന്ന് കറങ്ങി കാണിച്ചു തരാം കേട്ടോ. എന്നാ പറയുന്നത് പോലെ അടിപൊളി സ്ഥലമല്ലേ. നല്ല സ്ഥലം കേട്ടോ. നല്ല വെതറുമാണ്. മെൽബണിൽ ഒരു 1 hour മാറിയാണ് CBD നിന്ന്. അപ്പോൾ എന്തായാലും ഇവിടെ ഒക്കെ നിങ്ങളെ ഞാനൊന്ന് ചുറ്റി കറങ്ങി കാണിക്കാം. എന്നിട്ട് നമുക്ക് പയ്യെ കഴിയാൻ കയറാം. അപ്പോൾ എന്തായാലും ഇങ്ങോട്ട് കയറുമ്പോൾ ഉള്ള കാഴ്ച ഇതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് ഇവിടെ കാണാൻ തന്നെ. ഒലിൻഡ ടീ ഹൗസ്, ഇതാണ് ഇതിൻ്റെ പേര്. നമുക്കെന്തായാലും അകത്തേക്ക് പോയി നോക്കാം. നല്ല രസമാണ് കേട്ടോ. കാരണം ഈ റെയിൻ ഫോറസ്റ്റിനകത്താണ് ഈ ഒരു സംഭവം ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഈ സ്ഥലമൊക്കെ കാണാനായിട്ട് കേട്ടോ. ഇവിടെ ഇതുണ്ട്, മറ്റേ ഗാർഡൻ ഇവിടെ വേണമെങ്കിൽ സെറ്റ് ചെയ്യും. അതായത് നമുക്ക് അകത്തിരുന്ന് കഴിക്കണമെങ്കിൽ അകത്തിരുന്ന് കഴിക്കാം. ഇന്നിപ്പോൾ വലിയ തണുപ്പൊന്നുമില്ല. പുറത്തിരിക്കണമെങ്കിൽ ഇവരെ ഗാർഡനിൽ ഇവരത് സെറ്റ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞില്ല എന്ത് ഭംഗിയായിട്ടാണ് ഇവരിവിടെ ചെയ്തേക്കെന്ന് നോക്കി. ഇങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ മോളെ. എന്തൊക്കെയാണ് ഒരു ചെറിയ പാലമൊക്കെ ഇട്ടിട്ട് ഇവിടുന്ന് വെള്ളമൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നു. ഭയങ്കര ഭംഗിയായിട്ടാട്ടോ ചെയ്തേക്കുന്നത് ഇവിടെ. നമുക്കൊരു ഡേ നല്ല റിലാക്സ് ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. ഇവിടെ അവർ സെറ്റ് ചെയ്ത് തരും. ഇതാണത് ഔട്ട്ഡോർ സെറ്റപ്പ്. ഇനി അത് കൂടാതെ അപ്പുറത്തേക്കുണ്ടല്ലോ ഗാർഡൻ. അവിടെയുണ്ട്, ആ സൈഡിലുണ്ട്. ഇതിൻ്റെ ലൊക്കേഷൻ ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നല്ല രസമല്ലേ ഇരിക്കുന്നത് കാണാനായിട്ട്. അടിപൊളി സ്ഥലമാണ്. നമുക്കിനി അകത്തേക്ക് കയറി അകത്തെ കാഴ്ചകളൊക്കെ കാണാം. കുഞ്ഞിനെയും കൂട്ടിയും വരാം അല്ലേ മോളെ. കുഞ്ഞു ഉറങ്ങുവാ. നമ്മൾ അകത്തേക്ക് കയറി കേട്ടോ. അതുകൂടാതെ ഇവിടെ ഉണ്ടല്ലോ ചെറുമോളെ ചെറിയൊരു ഗാർഡൻ സെറ്റപ്പ്. നല്ല രസമുണ്ട്. ഇതുണ്ട് സുഖൂട്ടാ, ഫുള്ള് പുകയാണല്ലോ. ഇത് കണ്ടോ, അത് കണ്ടൊരു മാക്കാച്ചി ഇവിടെ തവസിരിക്കുന്നത്. സോയിക്കോട്ടനാണ് ഇതിനെല്ലാം കണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുക. ഉറക്കത്തിൽ നേരിട്ട് മാക്കാച്ചി എവിടെ ഇരിപ്പുണ്ട്. മാക്കാച്ചിയെ കണ്ടോളാം നീ. മാക്കാച്ചി ഉണ്ടല്ലോ അവിടെ. അപ്പുറത്തും മാക്കാച്ചി. 1-2 മാക്കാച്ചി ഉണ്ടല്ലേ. മറ്റേ ആർട്ടിഫിഷ്യൽ സാധനമാണ്. എന്തായാലും ഇവിടെ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കൂടാതെ താഴേക്കും ഉണ്ട് കേട്ടോ ഇവർക്ക്. ഇതിങ്ങനെ പോവാണല്ലോ. അങ്ങോട്ടൊരു രണ്ട് റൂം 2 സെക്ഷനുകളുണ്ട് താഴേക്ക്. ഒത്തിരി താഴേക്കില്ല. പോയി നോക്കാം. നമുക്ക് എന്തായാലും അകത്തേക്ക് കയറാം. അങ്ങനെ നമ്മളെന്തായാലും നേരെ റെസ്റ്റോറൻറ്റ് ഉള്ളിലേക്ക് കയറി കേട്ടോ. നമ്മൾ നേരത്തെ വിളിച്ച് ടേബിളും ബുക്ക് ചെയ്തിരുന്നു. നമ്മളതുപോലെ തന്നെ ഒരു ഹൈ ടീ പറഞ്ഞിരുന്നത്. കാരണം ഹൈ ടീ ആണല്ലോ ഇവിടുത്തെ സ്പെഷ്യൽ. അപ്പോൾ അതെന്തായാലും നമ്മൾ ആ ഒരു സെറ്റപ്പ് ഒന്ന് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ തന്നെ അവർ ആ ഒരു ഹൈ ടീ സെറ്റപ്പ് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഹൈ ടീ എന്ന് പറയുമ്പോഴേക്കും മെയിനായിട്ടും കുറേ വെറൈറ്റീസ് ഓഫ് ചായ. അതുകൂടാതെ തന്നെ ഈ സേവറി ഐറ്റംസ് ആയിട്ടുള്ള സാൻഡ്വിച്ച്, സോസേജ് റോൾസ്, അങ്ങനെ ഒരു സെക്ഷൻ. പിന്നെ കുറേ സ്വീറ്റ് ഐറ്റംസ് ആയിട്ടുള്ള സ്കോണ്, പേസ്ട്രീസ്, കുക്കീസ്, പിന്നെ ചോക്ലേറ്റിൻ്റെ കുറേ ഐറ്റംസ്. അങ്ങനെ ആ ഒരു രീതിയാണ് കേട്ടോ ഇതിൻ്റെ ഈ ഹൈ ടീ ആ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനങ്ങൾ ഓരോന്നോരോന്നായി വന്നു തുടങ്ങി. കുഞ്ഞിനെന്തായാലും ഇതൊക്കെ കണ്ടപ്പോഴേക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പം കുഞ്ഞിനെ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കുക്കിയാണ് കേട്ടോ. നല്ല കാണാനും നല്ലൊരു അട്രാക്റ്റീവാണ്. അത് മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ പയ്യെ ആ ഒരു കുക്കിയിൽ നിന്ന് പരിപാടികൾ പയ്യെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇതാ അവരുടെ ആ ഒരു പേസ്ട്രി, ഇത് കൊള്ളാം കേട്ടോ. ഹൈ ടീ സെറ്റപ്പ് ഭയങ്കര നല്ല. നമ്മൾ നോർമലി ഒരു പേസ്ട്രിയൊക്കെ കഴിക്കുന്നതിനേക്കാളും നല്ലൊരു സ്പെഷ്യലായിട്ടാണ് കേട്ടോ അവരുണ്ടാക്കിയിരിക്കുന്നത്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും നമ്മളങ്ങനെ ഓരോരോ ഐറ്റമായിട്ട് അങ്ങനെ പയ്യെ ട്രൈ ചെയ്യാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ട്രൈ ചെയ്തത് ഈ സാധനമാണ് കേട്ടോ. ഇത് ക്രോക്കറ്റ് എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് സ്നാക്കാണ് കേട്ടോ. ഇത് യൂഷ്വലി ഈ മാഷ് പൊട്ടറ്റോയും അതുപോലെ തന്നെ ഫിഷ്, വെജിറ്റബിൾസ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ്. നല്ല സൂപ്പർ സാധനമായിരുന്നു കേട്ടോ. നല്ല ക്രിസ്പി ആയിരുന്നു. അതുപോലെ തന്നെ ഒരു എഡിബിൾ ഫ്ലവറൊക്കെ വെച്ചിട്ട് നല്ല ലുക്കായിട്ട് കേട്ടോ അവന് വെച്ചിരിക്കുന്നത്. ഈ ഹൈ ടീയുടെ ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഓരോരോ സാധനങ്ങളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യാം. കാരണം ഇപ്പോൾ ഒരെണ്ണം വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഓരോ ഐറ്റംസ് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും കേട്ടോ. അടിപൊളിയായിരുന്നു. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സൂപ്പർ ഐറ്റം.
അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സാധനമാണിത്, ഈ ഒരു ക്യൂട്ട് സ്നോ റാബിറ്റ് മൂസ് കേക്ക് കേട്ടോ. ഇവനെ കണ്ടാൽ തന്നെ ഭയങ്കര ഭംഗിയായിരുന്നു. എന്തായാലും അടുത്ത് നമുക്ക് ഇവനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിരുന്നു, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മാത്രമല്ല ഒരു പുഡിംഗ് ഒക്കെ കഴിക്കുന്നില്ല, ആ ഒരു ഫീലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നമുക്ക് ആ കൂടെ തന്നെ നമ്മൾ ലഞ്ച് കൂടെ ഓർഡർ ചെയ്യുന്നത് വെച്ചാൽ കേട്ടോ, ഇവിടെ ഡ്രിങ്ക്സിൻ്റെ മെനു ആണ് ഈ കാണുന്നത്. അപ്പം നമ്മുടെ ഹൈറ്റിക്കകത്ത് തന്നെ കുറേ വെറൈറ്റീസ് ഓഫ് ചായ ഉണ്ട്. അപ്പോൾ അതിനകത്തെ ഒന്നെണ്ണം നമ്മുടെ പാക്കേജിൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ അതുകൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ലഞ്ചും ഓർഡർ ചെയ്യാം കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മുടെ ലഞ്ചിൻ്റെ ഒക്കെ ഓർഡർ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ചായക്കടയിലെ മെയിൻ ഐറ്റമായ നമ്മുടെ ചായ ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഒരു ഐസ്ഡ് ടീ ആണ്. അതിലൊന്നൊരു ഫ്രൂട്ട് ടീയും മറ്റേതൊരു ഹണി ടീയുമാണ് കേട്ടോ. അടിപൊളിയാണ് കേട്ടോ, കാണാൻ തന്നെ നല്ല ലുക്കായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല നല്ല ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ഒരു ഹണി ടീ ആണ്. മറ്റേ ഫ്രൂട്ട് ടീം കൊള്ളാം, നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിൻ്റെ മേളിൽ കൂടെ കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ലഞ്ച് റെഡിയാകുന്ന സമയത്ത് ഒരാളെയും കൊണ്ട് ഞാനിങ്ങനെ വെറുതെ ഇങ്ങോട്ട് കറങ്ങാൻ ഇറങ്ങിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല, ഇവരുടെ ആ ഒരു ഏരിയ കുറേ അധികം ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. അത് മാത്രമല്ല നമുക്കിവിടെ താഴെ 1-2 അൽപ്പാക്കാസിനെയൊക്കെ കാണാം കേട്ടോ. അമ്മമാരവിടെ നിൽപ്പുണ്ട്. ശരിക്കും ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ഒന്നും പറയാനില്ല. നമുക്കൊരു കുറച്ചധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ മാത്രമുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട് എല്ലാം കാണാനായിട്ട്. ഇത് കണ്ടില്ല, ഇവരുടെ ഏരിയ ആണ്. നമുക്കിത് കഴിഞ്ഞിട്ട് നമുക്ക് താഴെ കിടക്കുന്ന പോയി നോക്കാം. ഇങ്ങോട്ടൊക്കെ കുറേ സ്ഥലമുണ്ട് കേട്ടോ. അങ്ങനെ ഹൈറ്റിയിലെ ഐറ്റംസ് ഇങ്ങനെ ഓരോന്നോരോന്നായി ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അടുത്തായിട്ട് വന്നത് നമ്മുടെ സ്കോണാണ്. കൊള്ളായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ നോർമൽ സ്കോൺ തന്നെ. അപ്പം അത് ഒന്ന് ട്രൈ നോക്കാം. എന്തായാലും നമ്മുടെ ലഞ്ച് വരാനായിട്ടൊരു 20 മിനിറ്റ് താമസമുണ്ട്. ഇതുവരെ കിട്ടിയ ബാക്കി ഐറ്റംസ് പോലെ തന്നെ സ്കോണും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, ഒന്നും പറയാനില്ല, സൂപ്പർ. അങ്ങനെ അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഈ ഒരു പഫ് പേസ്ട്രിയാണ് കേട്ടോ. ഇതിൻ്റെ പേര് വോളോവോൺ എന്നാണ്. ഇതൊരു ഫ്രഞ്ച് ഡിഷാണെന്നാണ് അവരിങ്ങനെ പറഞ്ഞു കേട്ടോ. എന്തായാലും നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ക്രീമി മിക്സറൊക്കെ ഇട്ടിട്ടുള്ളൊരു പഫ് പേസ്ട്രി കേട്ടോ. എന്തായാലും കാണാനൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എന്തായാലും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കൊള്ളായിരുന്നു. കാരണം നമ്മുടെ നാട്ടിലെ ഒരു ചിക്കൻ പഫ്സൊക്കെ ഇല്ല, അതിൻ്റെ ഒരു ടേസ്റ്റ്, ചിക്കനും മഷ്റൂമും കൂടെ ഒക്കെ ഇട്ടിട്ട് ഒരു മേളിലൊരു ക്രീമി ടെക്സ്ചറൊക്കെ ആക്കി വെച്ചിട്ട് കേട്ടോ, നല്ല അടിപൊളി സാധനമായിരുന്നു. അങ്ങനെ അതിനുശേഷം നമ്മുടെ ലഞ്ച് ഓരോന്നായിട്ട് ഇങ്ങനെ എത്തിത്തുടങ്ങി. നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞത് നമ്മുടെ ഡംപ്ലിങ്സ് ആണ് കേട്ടോ. ഡംപ്ലിങ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീ ഫുഡ്, നോർമൽ സീ ഫുഡ് ഡംപ്ലിങ്സ് കൊള്ളായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ മെയിനായിട്ട് ഇത് ട്രൈ ചെയ്തത്. കൊള്ളാം, അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മുടെ മെയിൻ ഐറ്റംസ് ഓരോന്നായിട്ട് അങ്ങനെ എത്തിത്തുടങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറഞ്ഞ നമ്മുടെ ലഞ്ചിൻ്റെ ഒരു മെയിൻ ഐറ്റമാണ് ഈ കുംഭാവോ ചിക്കൻ. ഇത് ആക്ച്വലി ഒരു ചൈനീസ് ഡിഷാണ്, ഒരു സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ. അതിനകത്ത് കുറച്ച് വെജീസും അതുപോലെ തന്നെ പീനട്സും അവരുടെ കുറച്ച് സോസൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവം. കൊള്ളാം, നല്ല അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. കൊള്ളാം. പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു റൈസ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞ മറ്റൊരു ഐറ്റമായിട്ടുള്ള സ്ലൈസ്ഡ് ബീഫ് വിത്ത് വെജീസ് കേട്ടോ, അതെത്തി. കൊള്ളായിരുന്നു കേട്ടോ. ഞാൻ ഇതിന് മുമ്പും ഇത് കഴിച്ചിട്ടുണ്ട്, അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് നമ്മുടെ നേരത്തെ കുംഭാവ് ചിക്കൻ തന്നെയാണ്. കാരണം അതൊരു മൈൽഡ് ഫ്ലേവറാണ്. ഇത് പക്ഷേ കുറച്ചധികം സോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഒരു പക്ക ചൈനീസ് സ്റ്റൈൽ സ്ലൈസ്ഡ് ബീഫായിരുന്നു കേട്ടോ ഇത്. നമ്മുടെ ഐറ്റംസ് ഇതാ ഇവിടെ അവസാനിക്കുന്നില്ല. വീണ്ടും നമ്മൾ ഓരോന്നോരോന്ന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീണ്ടും നമ്മുടെ ഹൈറ്റിയുടെ കിട്ടിയ ഈ ഒരു സംഭവമാണ് കേട്ടോ ട്രൈ ചെയ്യുന്നത്. ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഒരു ചെറിയൊരു എന്താ പറയുക, ചെറിയൊരു ഗ്ലാസ്സിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ്, അതിൻ്റെ മേളിലൊരു ടോപ്പിംഗ് ആയിട്ടൊരു ക്രീമൊക്കെ സെറ്റ് ചെയ്ത പോലെ ഒരു സംഭവം അടിപൊളിയായിരുന്നു. ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ ഒരാൾക്കാണ് കേട്ടോ. അത് ഈ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ടേസ്റ്റ് ചെയ്ത് ഒരാൾക്കത് ചോക്ലേറ്റ് ആണെന്ന് പിടി കിട്ടി, ഭയങ്കര സന്തോഷമായിരുന്നു. അങ്ങനെ അടുത്തതായിട്ട് നമ്മൾ സമയം കളയാതെ ട്രൈ ചെയ്യുന്ന മറ്റൊരു ഐറ്റമാണ് ഇതൊരു സാൻഡ്വിച്ചാണോ ബർഗറാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ ശരിക്കും എന്താ പറയുക, നല്ലൊരു സോഫ്റ്റ് ബർഗറിൻ്റെ ഒരു ബണ്ണും അതുപോലെ തന്നെ അതിനകത്തൊരു നല്ല സീ ഫുഡ് സാലഡിൻ്റെ ഫില്ലിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ.
നല്ല സൂപ്പർ ഐറ്റമായിരുന്നു. എന്താ പറയുക, നമുക്ക് ഈ സബ്വേയിലൊക്കെ ഒരു സീ ഫുഡ് സാലഡ് കിട്ടുമല്ലേ, ആ ഒരു സംഭവം അതുപോലെ ഉണ്ടായിരുന്നു അതിൻ്റെ ഫില്ലിങ്. അങ്ങനെ അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന ഈ ഒരു സംഭവം, ഈ കൊഴുക്കട്ട പോലെ ഇരിക്കുന്ന ഈ ഒരു സംഭവമാണ് ചൈനീസ് സ്റ്റീംഡ് ബണ്ണ്. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഒരു സ്നാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഒരു നമ്മുടെ കൊഴുക്കട്ടയുടെ ഒക്കെ ടേസ്റ്റാണ് പുറത്ത്, അതിനകത്താണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ. പക്ഷേ ശർക്കരയല്ല, കണ്ടു കഴിഞ്ഞാൽ ശർക്കര പോലെ തോന്നുന്ന കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു വെജിറ്റബിളോ അങ്ങനെ എന്തോ ഒരു മിക്സാണ് ഇതിനകത്തുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ട പോലെ തന്നെ, പുറത്തെ ആ ഒരു സംഭവത്തിൻ്റെ ടേസ്റ്റോ പോലെ തന്നെ കേട്ടോ. പിന്നെ കൂടെ കഴിക്കാൻ കുറച്ച് ഇലയൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ഏറ്റവും അവസാനം ഉണ്ടായിരുന്ന ആ ഒരു പേരറിയത്തില്ലാത്ത ആ ഒരു പേസ്ട്രി, അത് ഞാനാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്കിയത്. കൊള്ളാം. എനിക്ക് ആ കഴിച്ച പേസ്ട്രികളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടാണ് കേട്ടോ. ഓവർ മധുരമൊന്നുമില്ല, ഭയങ്കര ടേസ്റ്റാണ്. പുറം നല്ല ക്രിസ്പി, അകത്താണെങ്കിൽ എന്തോ ഒരു ക്രീം അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ ഒരു ഐറ്റമായിരുന്നു. അപ്പം അതോടുകൂടി നമ്മൾ ഹൈറ്റിക്കകത്തെ പേസ്ട്രിയുടെയും ബാക്കി കാര്യങ്ങളുടെയും പരിപാടി അവിടെ നിർത്തി. അങ്ങനെ ഇതിൻ്റെയൊക്കെ അവസാനം ഇവരുടെ ഒരു സിഗ്നേച്ചർ സീ ഫുഡ് ഫ്രൈഡ് റൈസ് കൂടി ഞങ്ങൾ ട്രൈ ചെയ്ത് നമ്മൾ ഫുഡിൻ്റെ പരിപാടി എന്തായാലും ഇവിടെ അവസാനിച്ചു. ഈ ഫ്രൈഡ് റൈസ് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരുന്നു റൈസൊക്കെ, എന്തായാലും കൊള്ളാം. അങ്ങനെ നമ്മൾ പയ്യെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ മനോഹരമായ റെസ്റ്റോറൻറ്റിൻ്റെ പുറകോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരാൾ ആട്ടുമാമ എന്ന് പറഞ്ഞുകൊണ്ട് അൽപ്പാക്കാസിൻ്റെ അടുത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമായിട്ടുണ്ടല്ലോ ഇവിടെ കാണാനായിട്ട്. നല്ല 2 അൽപ്പാക്കാസും. ഇതിൻ്റെ ഈ ചുറ്റും റെയിൻ ഫോറസ്റ്റ് ആയതുകൊണ്ട് നല്ല രസമുണ്ട്. ഫുള്ള് മരങ്ങളാണ് കേട്ടോ. നമ്മുടെ ചുറ്റും കണ്ടില്ല, ഇതുണ്ടോ ഫുള്ള് മരങ്ങളാണ്. പിന്നെ നമ്മൾ അത്യാവശ്യം ഹൈറ്റുള്ള ഒരു ഉയർന്ന പ്രദേശത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെതായ രസമുണ്ട്. ഫുഡ് കഴിച്ചിട്ടൊന്ന് കറങ്ങാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ? അങ്ങോട്ട് നടക്കണമെങ്കിൽ കുറേ നടക്കാം. ഞാൻ ആദ്യം വിചാരിച്ച മോളിൽ 2 മാത്രമേ ഉള്ളൂ ഗാർഡൻ്റെ ഈ സാധനം. അല്ല, അങ്ങോട്ട് ഒത്തിരി ഉണ്ട് കേട്ടോ. ഒത്തിരി ഉണ്ട്. ഇതിനകത്തൂടെ എല്ലാം ഉണ്ട് നമ്മളെ ഗാർഡനകത്തൂടെ. ഇതുണ്ടോ നിങ്ങൾക്ക് ഈ റൈറ്റ് സൈഡ് കാണുന്ന ആ ഒരു മരമൊക്കെ ഉണ്ടോ, അതിൻ്റെ ഇടയ്ക്കൂടെ എല്ലാം ഇതുപോലെ ഗാർഡനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയുള്ള ഒരു സംഭവമുണ്ട്. ഫുഡൊക്കെ ആണെങ്കിലും നല്ല കേട്ടോ. ഇതൊരു ഏഷ്യൻ റെസ്റ്റോറൻ്റ് ആണ്, ചൈനീസ് ടൈപ്പാണ്, പക്ഷേ അടിപൊളിയാണ് കേട്ടോ. കൊള്ളാം. നല്ല ഇങ്ങ് പാ തെറി വരുന്നെങ്കിൽ നമുക്ക് കൊടുക്കാം. അത്രയും അവിടെ ഇരിക്കുമ്പോൾ പിന്നെ നമ്മുടെ വെഡിങ് സെറമണിയൊക്കെ അങ്ങോട്ട് നടക്കുന്നുണ്ട്. കാര്യമായിട്ട് കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. കാര്യമായിട്ട് ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. വലിയ സൈസ് അല്ലയോ? അത്യാവശ്യം സൈസ് ഉള്ളമാരാ, വലുതായമാരാ. നമ്മളന്ന് കണ്ട വേറെ കളറായിരുന്നു. അതെ 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 അതെ. മിഞ്ഞ കഴിക്കുവോ സൂക്കുട്ടാ? മിഞ്ഞം കഴിക്കുക. എന്തോ കൊച്ചു കണ്ടോ അതിനെ? സൂക്കുട്ടാ അവനെ വിളിച്ചേ വരാൻ പറ, ബാന്ന് പറ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് കാണാൻ ഭംഗിയത്. ശരി, ഇതാണോ അതിൻ്റെ ഫ്രണ്ട്? ഇതും കണ്ടില്ല. ഇവിടെ വേണം നമുക്ക്, ഇവിടെ ഈ സ്പെഷ്യൽ ഇവൻ്റെ വെഡ്ഡിങ് ഇവൻ്റൊക്കെ നടത്തുന്നവർക്ക് വേണ്ടി പരിപാടി നടത്താനായിട്ട് വേറൊരു ഏരിയ ഉണ്ട് കേട്ടോ അവിടെ. ഇതുണ്ടോ മരമില്ല മേളിൽ, ഇത്രയും ഭാഗത്ത് മാത്രമല്ലേ കാണിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വല്ലതും ഉണ്ടായിരിക്കും. അവിടെ എന്തോ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അവിടെ കാണാൻ നല്ല രസമുണ്ട്. ബാ കേട്ടോ, ബാ. നമുക്ക് ഇതിലെ ഇങ്ങനെ നടക്കണമെങ്കിൽ നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങോട്ട് കുറേ വഴിയൊക്കെ ഉണ്ട്, കാഴ്ചകളൊക്കെ കണ്ട് നടക്കാം. എത്ര നേരം വേണം സ്പെൻഡ് ചെയ്യാം ഇവിടെ അല്ലേ? നല്ല പൂക്കളും. അതെ അതെ, നല്ല പൂക്കളും ചെടിയും മരം. ഇത് ഇവരിങ്ങോട്ട് ഇവരുടെ എക്സ്ട്രാ വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എനിക്ക് തോന്നുന്നു ഇച്ചിരി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക അവർ. കണ്ടോ ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കുറച്ചും കൂടി സെറ്റപ്പ് ആക്കാനുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോയും അതുപോലെ തന്നെ ഈ റെസ്റ്റോറൻറ്റും ഈ സ്ഥലമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പം ഇവിടെ ഉള്ളവരൊക്കെ ഇതൊന്ന് വന്ന് വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ. നല്ല ഫുഡുമായിരുന്നു അല്ലേ? അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത സൂപ്പർ വീഡിയോകളുമായി വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.